ഇന്നലെയാണ് തിരുവനന്തപുരം ആറ്റുകാലിൽ നിന്ന് ഒരു ഭർതൃപീഡന മരണം പുറത്തുവന്നത്. തിരുവനന്തപുരം ആറ്റുകാലിൽ വാടകയ്ക്ക് താമസിക്കുന്ന വർക്കല സ്വദേശിനി ആരതിയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. 27 വയസ്സായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ആരതിയുടെ ഭർത്താവും കല്ലറ സ്വദേശിയുമായ അതുലിനെ ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡന നിരോധന നിയമം എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മരിച്ച ആരതിയുടെ ശരീരത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ നിരവധി പാടുകൾ ഇൻക്വസ്റ്റ് നടപടികളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഭർത്താവിന്റെ ക്രൂരമായ മർദ്ദനത്തെക്കുറിച്ച് അമ്മയെ ഫോണിൽ വിളിച്ച് കരഞ്ഞു പറഞ്ഞതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആരതി മുറിക്കുള്ളിൽ കയറി ജീവനൊടുക്കിയത്. മകളെ ഭർത്താവ് അതുൽ നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്നാണ് അമ്മ പറയുന്നത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ആരതി അയച്ചു തന്നിരുന്നുവെന്നും മദ്യപിച്ചെത്തിയ ശേഷമായിരുന്നു രാത്രിയിലെ മർദ്ദനമെന്നും അവർ പോലീസിനോട് വെളിപ്പെടുത്തി. ശരീരത്തിൽ നുള്ളി വലിച്ച പാടുകളുമുണ്ട്. മർദ്ദനത്തിൽ പരുക്കു തെളിയിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ആരതി ബന്ധുക്കൾക്ക് അയച്ചു നൽകിയിരുന്നു. ഭർത്താവിന്റെ പീഡനം വിവരിക്കുന്ന ആരതിയുടെ ഡയറിയും പോലീസ് കണ്ടെടുത്തു. അതുൽ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ പാടുകൾ ആരതി അമ്മയ്ക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്തിരുന്നു. ഇന്നലെ വൈകിട്ടും ഇയാൾ ആരതിയെ ഉപദ്രവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 1.5 വർഷം മുമ്പാണ് ആരതിയും അതുലും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. 6 മാസം മുമ്പാണ് ഇവർ ആറ്റുകാലിലെ വാടക വീട്ടിലേക്ക് താമസം മാറിയതും. വിവാഹം കഴിഞ്ഞ് 3-ാം മാസം തികയുന്നതിന് മുൻപേ അതുൽ ആരതിയെ പല കാരണങ്ങൾ പറഞ്ഞ് ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നു. ആരതിയുടെ 50 പവനിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ അതുൽ വാങ്ങി പണയം വെച്ചിരുന്നു. വീണ്ടും പണവും സ്വർണവും ആവശ്യപ്പെട്ടായിരുന്നു പീഡനം. കൂടാതെ അതുലിന് മറ്റു പല സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നതായും ഇതേച്ചൊല്ലി ചോദിച്ചപ്പോൾ മർദ്ദനം പതിവായിരുന്നുവെന്നും ആരതിയുടെ ഡയറി കുറിപ്പുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുലിന്റെ മർദ്ദനമേറ്റ് ശരീരത്തിൽ മുറിവേറ്റതിന്റെ ചിത്രങ്ങൾ മരണത്തിന് മുൻപ് ആരതി തന്റെ അമ്മയ്ക്ക് വാട്സപ്പ് വഴി അയച്ചു നൽകിയിരുന്നു. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയും ഇരുവരും തമ്മിൽ കടുത്ത വഴക്കുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ആരതി കിടപ്പുമുറിയിൽ കയറി വാതിലടച്ചത്. ഏറെ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ആരതി ആത്മഹത്യ ചെയ്തെന്ന് മനസ്സിലാക്കിയ അതുൽ വാതിൽ തകർക്കാൻ ശ്രമിക്കാതെ തന്റെ സുഹൃത്തുക്കളെ ഫോൺ വിളിച്ച് വരുത്തുകയായിരുന്നു. ഇവരെ സാക്ഷി നിർത്തിയാണ് പിന്നീട് വാതിൽ തുറന്നത്. മരണത്തിന് തൊട്ടു മുൻപ് ആരതി ഒപ്പിട്ടെഴുതിയ ആത്മഹത്യാക്കുറിപ്പും പീഡന വിവരങ്ങൾ എഴുതിയ ഡയറിയും പോലീസ് സംഭവ സ്ഥലത്തുനിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ശാസ്ത്രീയ മഹസർ തയ്യാറാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതിയായ അതുലിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സിറ്റി പോലീസ് അറിയിച്ചു.